ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. അനന്തകാലം ഒരാളെ തടവിലിടുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് CBI കേസിൽ ജാമ്യം. എന്നാൽ അറസ്റ്റിന്റെ നിയമസാധുതയിൽ ഭിന്നവിധിയാണ് സുപ്രീം കോടതിയുടേത്. CBI കൂട്ടിലടച്ച തത്തയാകരുതെന്ന് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ വിമർശിച്ചു. ജാമ്യം ലഭിച്ചതോടെ അരവിന്ദ് കെജ്രിവാളിന് ജയിലിന് പുറത്തിറങ്ങാം. ജാമ്യത്തിന്റെ കാര്യത്തിൽ വ്യക്തി സ്വാതന്ത്ര്യമാണ് പരമപ്രധാനമെന്നും ഒഴിവാക്കാനാകാത്ത ഘട്ടത്തിൽ മാത്രമാണ് ജയിലെന്നും ചൂണ്ടിക്കാട്ടിയാണ് അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത്. വിചാരണ ഉടൻ പൂർത്തിയാകാൻ സാധ്യതയില്ലെന്നും അനന്തകാലത്തേക്ക് ജയിലിലിടുന്നത് ശരിയല്ലെന്നും കോടതി. വിചാരണ കോടതിയുമായി സഹകരിക്കണം, 10 ലക്ഷം രൂപയുടെ ബോണ്ട്, കേസിനെക്കുറിച്ച് സംസാരിക്കരുത് എന്നീ ഉപാധികളോടെയാണ് ജാമ്യം. എന്നാൽ അറസ്റ്റിന്റെ നിയമസാധുതയിൽ ഭിന്നവിധികളാണ് രണ്ടംഗ ബെഞ്ചിന്റേത്. CBIയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ജസ്റ്റിസ് സൂര്യകാന്ത് തള്ളി. എന്നാൽ CBIയുടെ അറസ്റ്റ് നടപടികൾക്ക് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാന്റെ രൂക്ഷ വിമർശനം. CBI കൂട്ടിലടച്ച തത്തയാകരുതെന്ന് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണോ, സ്ഥിരജാമ്യം അനുവദിക്കണോ, ഈ കാര്യങ്ങളാണ് സുപ്രീംകോടതി പരിഗണിച്ചത്. വിധിയെ ആം ആദ്മി പാർട്ടി സ്വാഗതം ചെയ്തു. സത്യം ജയിച്ചുവെന്ന് മനീഷ് സിസോദിയ. भारतीय जनता पार्टी चुनाव में नहीं जीत पाती, पार्टी को नहीं तोड़ पाती, तो एक इंश्योरेंस अरेस्ट किया गया कि इस आदमी को जेल में डाल दो तो इनकी पार्टी टूट जाएगी, इनकी सरकारें ध्वस्त हो जाएंगी. लेकिन मैं बाबा साहब को और संविधान को याद करते हुए, धन्यवाद करते हुए, ऑनरेबल सुप्रीम कोर्ट को धन्यवाद करते हुए, CBI രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീം കോടതി കെജ്രിവാളിന് നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. CBI കേസിലും ജാമ്യം ലഭിച്ചതോടെ കെജ്രിവാൾ ഇന്ന് തന്നെ പുറത്തിറങ്ങും. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി.